മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നതിനെ സ്വർഗ്ഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മ മാതാവും തിരുക്കുമാരൻ തന്ന വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം നൽകുന്നു. എൻ്റെ പേര് റോസി ടോം. ഞാൻ മല്ലപ്പള്ളി, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലെ ചെങ്ങന്നൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 2018 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ ഒരു ആഗ്രഹം ഇവിടുത്തെ 6 നിബന്ധനകളാണ്. പാപം ഉപേക്ഷിക്കുക, അങ്ങനെയുള്ള നിബന്ധനകളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ ഞാൻ 2018 വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ കൂടെ ഞാനൊരു ജീവിതമാർഗ്ഗവും കൂടെ തരണമെന്ന് അമ്മ മാതാവിനോട് അപേക്ഷിച്ചിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ ജീവിത വിശുദ്ധി അങ്ങനെയൊക്കെ എഴുതി വെച്ചിരുന്നു. പക്ഷേ 2018 ആയ സമയത്ത് പ്രളയവും കോവിഡും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഉടമ്പടിയും മറന്നുപോയി, ഞാൻ ആ നിയോഗങ്ങളെല്ലാം മറന്നുപോയി. അതിനുശേഷം ഞാൻ പിന്നെ ഞാൻ ഹസ്ബൻഡിന് ഇതുപോലെ ഒരു ജീവിതമാർഗ്ഗം വേണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലോ. അപ്പം ഹസ്ബൻഡ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പോൾ കൂട്ടുകാരന്മാർ പറഞ്ഞു, എടാ 1 ഇയറിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, നീ പോയി അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഒരു എന്തിനാ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നീ പോയി വെറുതെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്നോട് വന്ന് ചോദിച്ചു, എങ്ങനെ അറ്റൻഡ് ചെയ്യണോ? ഞാൻ പറഞ്ഞു, പോയി എന്തായാലും കോഴ്സല്ലേ, വെറുതെ ഇരിക്കുമല്ലേ എന്നും ഈ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള ഒരു കോഴ്സ് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ, അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അത് അറ്റൻഡ് ചെയ്തു. ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയി പെട്ടെന്ന് കൊച്ചു പിള്ളേർ പോകുന്ന പോലെ പെട്ടെന്ന് ബുക്കൊക്കെ എടുത്തുകൊണ്ട് അവിടെ പോയി പഠിക്കും കോട്ടയത്ത്. അന്നപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇടണം എന്നുള്ള ചിന്തയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, പോയി അറ്റൻഡ് ചെയ്ത് തിയറിയും പ്രാക്ടിക്കലും ഒക്കെ പാസ്സായി. അതിനുശേഷം പിന്നെ മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ പപ്പാടെ പെങ്ങളുടെ മകൻ വിളിച്ചിട്ട് പറഞ്ഞേടാ, നിനക്കൊരു എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ജീവിതമാർഗ്ഗം ഇടണമെന്ന് ആഗ്രഹമുണ്ടോ, ഞാൻ നിന്നെ സഹായിക്കാം. അവർക്ക് ജർമ്മനി സെറ്റിൽഡ് ആയിരുന്നു, സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഹസ്ബൻഡ് അപ്പോൾ വണ്ടടിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്ന് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ ഇടാൻ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ പറഞ്ഞു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, നീ ബാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോളാം പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ റൂമും അതിന് വേണ്ട ഓഫീസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞത് 5 years നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇൻസ്ട്രക്ടർ ആകാമെന്നായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ വേണ്ടി പ്രൊസീജിയർ എല്ലാം മുന്നോട്ട് വെച്ചപ്പം ഗവൺമെൻറ്റിന് ഓർഡർ വന്നു, ഈ 1 year കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്കും മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന് അത് മുന്നമേ ദൈവം കരുതി വെച്ചിരുന്നു. അത് ഞാൻ ആ 2018 എഴുതിയ ജീവിതമാർഗ്ഗം സബലീകരിക്കുമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയുള്ള ഓഫീസ് ഞങ്ങളുടെ പള്ളിയുടെ വക കെട്ടിടമുണ്ട്, അവരോട് ചെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, തലേ ദിവസം മുത്തൂറ്റ് ബാങ്കിൻ്റെ അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, അവരത് തലേ ദിവസമാണ് ഒഴിഞ്ഞു പോയത്, ആ മുറി കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ ഉണ്ട്, നമുക്ക് ഇത്ര വീതി നീളമൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിന് ഓഫീസിന് വേണമെന്നുള്ളത്. അപ്പം ക്ലാസ് റൂം വേണം, ഓഫീസ് വേണം, അതിൻ്റെ പാർട്സൊക്കെ ഡ്രൈവിംഗ് വണ്ടിയുടെ പാർട്സൊക്കെ വെക്കാൻ വേണ്ടിയുള്ള മുറിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ആപ്റ്റായിട്ടാണ് ആ മുത്തൂറ്റ് ബാങ്കിൻ്റെ ആ കെട്ടിടം ഒഴിഞ്ഞു കിടന്നത്. അതെല്ലാം മാതാവ് ക്രമീകരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ പാർക്കിംഗ്, നമുക്ക് ഗ്രൗണ്ട് വേണം, ആ ഗ്രൗണ്ടും പള്ളിയുടെ വക ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടി, എല്ലാം ഒരുക്കി. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതെല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് വാഹനവും നമുക്ക് റെഡിയാക്കി കിട്ടി, പുതിയ വാഹനവും കിട്ടി. ഇതിൻ്റെ എല്ലാം ഫോട്ടോയും എടുത്ത് നമ്മുടെ ഇതിൻ്റെ റൂമിൻ്റെ എല്ലാം എസ്റ്റിമേറ്റും എല്ലാം എടുത്ത് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ RT ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം.